അതെ, ആ ഭരത്താള് ചില്ലറക്കാരനല്ല. കണ്ടില്ലേ, ഭാനുവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുത്തനെ കള്ളനോട്ട് കേസിൽ കുടുക്കിയത്. അവൻ SI ആയതിന്റെ അഹങ്കാരം ഭാവനയ്ക്കുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പോ ഗായത്രിക്ക് കോടികളുടെ സൗഭാഗ്യം വന്നത്. ഭാഗ്യം വരുമ്പോ അങ്ങനെ പ്രസീതേ. നമ്മളിവിടെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നിൽക്കുക. കയ്യിലാണെങ്കിൽ 1 രൂപ വന്നാൽ അപ്പൊ തന്നെ കൊടുക്കാനുള്ളത് മേടിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്നും ദരിദ്രവാസിയായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട എന്ത് ചെയ്യാനാ? അനുഭവിക്കുക തന്നെ. അമ്മേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സംസാരം? നിങ്ങൾ എപ്പോഴേ ദരിദ്രവാസികളായത്? പിന്നെ ഞങ്ങളെന്താ കോടീശ്വരനും കോടീശ്വരിയാണോ? അച്ഛന്റെ കയ്യിലിരിപ്പ് നല്ലതല്ലാത്തോണ്ട് തന്നെയല്ലേ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടത്. ആദ്യം മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിക്കാൻ പഠിക്കും. അപ്പൊ മനസ്സുകൊണ്ടെങ്കിലും അച്ഛനും അമ്മയും സമ്പന്നരാവും. ദൈവം വിചാരിച്ചാലേ അധിക സമയമൊന്നും വേണ്ട രക്ഷപ്പെടാൻ. ഉദാഹരണത്തിന് ഭാവനയും കുടുംബത്തെ ഓർത്താ മതി. ഞങ്ങളും അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഭാനുവിനെ കെട്ടാനിരുന്ന ആ ചെറുക്കനെ ഭരത്ത് കള്ളനോട്ട് കേസ് കുടുക്കി എന്തിനാ അകത്താക്കിയെന്നാ എനിക്ക് മനസ്സിലാകത്തത്. അതാണ് അച്ഛാ സഹോദര സ്നേഹം. ഇക്കാര്യം ആന്റി എന്നോട് പറഞ്ഞതാ. എന്റെ അഭിപ്രായത്തില് ഭരത് തന്നെയാ ശരി. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിയമത്തെ വഞ്ചിക്കാതെ ഭാനുവിന് വേണ്ടി അത്രയൊക്കെ ചെയ്തില്ലേ? അതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഗതിയിലാവില്ലായിരുന്നു. മോളെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എന്തോന്ന്? ഒരു കുഞ്ഞും കൂടെ വേണമായിരുന്നെന്ന്. കേട്ടില്ലയോടി? ഒരു കുഞ്ഞും കൂടെ വേണമെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. നിന്നേ പ്രസീതേ, വയസ്സാം കാലത്ത് ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബകാര്യം പറഞ്ഞതാ. കുടുംബകാര്യം ഞാൻ അവിടെ നിന്ന് കേട്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് മാത്രമേ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പാടുള്ളൂ? ഷോ, മര്യാദയ്ക്ക് നടന്നിരുന്ന ഞാനാ നിങ്ങളുടെ കൂടെ കൂടിയപ്പിനെയാ ഈ ഒളിഞ്ഞ് നിന്ന് കേൾക്കാൻ തുടങ്ങിയത്. അല്ല, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എനിക്കിവിടെ ഉണ്ടായി കേട്ടോ. അല്ല, ജാനകിപ്പോ എന്താ വേണ്ടത്? ഹാ, എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ പെട്ടെന്ന് പണക്കാരാവേണ്ടത്. അല്ലേ? എന്താ ശരിയല്ലേ? എന്നാ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ളനോട്ടിന്റെ ഏർപ്പാട് തുടങ്ങാം. ഞങ്ങൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യിച്ചിട്ട് അങ്ങ് അകത്താക്കാനല്ലേ? എന്തിന്? നിങ്ങളെ കള്ളക്കേസിൽ അകത്താക്കണമെങ്കിൽ ഞാനൊന്ന് ഭരത്തിനോട് പറഞ്ഞാ മതി. അവൻ അതിന് മിടുക്കനാ. എന്താ കാണണോ? ഇപ്പൊ കാണിച്ചുതരാം. അയ്യോ ജാനകി, ചതിക്കല്ലേ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അയ്യോടാ, അപ്പൊ പണക്കാരാവണ്ടേ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറ്റിയോ? ദേ നോക്ക്, ഞാനെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ അറിയാലോ. ദേ, നിങ്ങളുടെ രണ്ടുപേരുടെയും പിടിപ്പുകേട് കൊണ്ടാ ആ മാനസിക ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഇങ്ങനെ പോയാലേ വൈകാതെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചീട്ട് ഞാൻ കീറും. ജാനകിയോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങളെ രണ്ടാളെയും കരുതിയാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. ഏത് സമയത്താ നിങ്ങൾ ഭാവനയെ ചതിയിൽപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഇനിയെങ്കിലും ഈ ദുഷ്ടചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ മകൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ നോക്ക്. അങ്ങനെയെങ്കിലും ആ മകളൊന്ന് സന്തോഷിക്കട്ടെ. വന്നിരിക്കുന്ന രണ്ടെണ്ണം. അന്ന് എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് പോകണ്ടെന്ന്. കണ്ടില്ലേ ജാനകി പറഞ്ഞിട്ട് പോയ? കണ്ടില്ലേ? നല്ല അഭിനയം. കണ്ടിന്യൂ കണ്ടിന്യൂ. പൊടി. അമ്മേ. മോളെ. എന്താ അമ്മേ? അത്
സേതു ഭാനുവിനെ പോയി സമാധാനിപ്പിച്ചു. അവൻ അപ്പോഴത്തെ ടെൻഷനിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന്. സേതുവേട്ടന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല അമ്മേ. അനുഭവങ്ങളും കൂടി അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ ഏതൊരു സഹോദരനും അങ്ങനെ പ്രതികരിച്ചു പോവും. ആ, എന്തായാലും ഇപ്പൊ ഒരല്പ സമാധാനമായി. ഞാനിത് പ്രതീക്ഷിച്ചതാ അമ്മേ. സേതുവേട്ടന് സഹോദരങ്ങളോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളല്ലേ ഞാൻ. ഭാനുവിനെ ആരും ഒറ്റപ്പെടുത്താതിരുന്നാ മതി, അവള് ശരിയായിക്കോളും. അതെ, നീ അവളെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചോണം കേട്ടോ. അത് പിന്നെ വിളിക്കാതിരിക്കോ അമ്മേ? ആ ശരി മക്കളെ, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ശരി അമ്മേ. ആന്റിയായിരുന്നു? അതെ, സേതുവേട്ടൻ ഭാനുവിനെ സമാധാനിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അല്ലെങ്കിലും സേതുവേട്ടന്റെ സ്വഭാവം തല്ലലും തലോടലും ആണല്ലോ. അതെ സൂര്യ, ഒന്നാലോചിച്ചാ സേതുവേട്ടനൊരു പാവ. ആദ്യത്തെ ഒരു പൊട്ടിത്തെറിയെ കാണും, പിന്നെ ആള് സൈലന്റാ. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്തും സംഭവിക്കാം. പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അതാ. എന്തായാലും ഭാനുവിന്റെ വിഷയം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റിയുടെ പേരിലുള്ള ആ പ്രോപ്പർട്ടിയാ ഇനിയുള്ള വിഷയം. അതിന്റെ പേരിൽ നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ നോക്കേണ്ടത് താനും കൂടിയാ. ആ ഒരു ചിന്ത എനിക്കുണ്ട് സൂര്യ. കുടുംബജീവിതത്തിന്റെ പ്രധാന ഘടകം തന്നെ പണമാണല്ലോ. അത് കുറഞ്ഞാലും കുഴപ്പമാ, കൂടിയാലും കുഴപ്പമാ. എല്ലാരും തന്നെ പോലെ ചിന്തിക്കില്ലല്ലോ. ഇപ്പൊ തന്നെ ഓരോരുത്തർക്കും ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ സൂര്യ. അപ്പൊ പിന്നെ മറ്റൊന്നും സംഭവിക്കില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എത്ര വലിയ കുടുംബങ്ങളായാലും എത്രയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചാലും ഒടുവിൽ ഒരു നാൾ ഭാഗം വയ്ക്കലുണ്ടാവും. ശരിക്കും അന്ന് പരസ്പരം എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അത് ശരിയാ സൂര്യ, ഇവിടെ പണത്തിന് തന്നെയാ മുൻതൂക്കം. എല്ലാരും അങ്ങനെയാണോന്നില്ല. ഉദാഹരണത്തിന് എന്റെ സഹധർമ്മിണി ആ ഗണത്തിൽപ്പെട്ടവളല്ല. എന്താ, തനിക്ക് പണത്തിനോട് പ്രിയമുണ്ടോ? ഇതുവരെ ഇല്ല. ഇനി നാളെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മനസ്സാ, നീ ഇന്നെന്താ പതിവില്ലാതെ രാവിലെ എഴുന്നേറ്റോ? മനസ്സിന് ഒരു സമാധാനമില്ല. അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അച്ഛനും അമ്മയോ വല്ലതും പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല ഭാവന. ഞാൻ സുനിലിനെ കുറിച്ചാ പറഞ്ഞത്. എത്ര നാള് ഞാൻ അവനിങ്ങനെ സഹിക്കണം? ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? മനസ്സാ, എന്തായാലും നിന്റെ ഡെലിവറി കഴിയുന്നവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അതിനൊക്കെ ഇനി എത്ര മാസം ഉണ്ട് ഭാവനെ? അതുവരെ ഞാൻ അവനെ സഹിക്കണോ?